2-3 മാസമായിട്ട് എൻ്റെ യൂട്യൂബ് ചാനലിൽ ഇടയ്ക്കിടയ്ക്ക് ഹോളി മാസ്ഡ് അപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ചെറുക്കൻ പെന്തക്കോസ്ത് സഭയെ വിമർശിച്ച് പറയുന്ന വീഡിയോ വരുന്നുണ്ട്. 1-2 ഞാൻ കേട്ട്. ആ ചെറുക്കൻ പറയുന്നത് ആ ചെറുക്കൻ്റെ വീക്ഷണത്തിൽ നിന്ന് ആ വ്യക്തിയുടെ ആ ചെറുക്കൻ്റെ സ്കൂൾ ഓഫ് തോട്ടിൽ നിന്ന് അത് ശരിയാണ്. പക്ഷേ അദ്ദേഹം പറഞ്ഞ എല്ലാം ശരിയാണെന്നോ അല്ല. പൊട്ടൻ, അതായത് കണ്ണിന് കാഴ്ചയില്ലാത്തവൻ ആനയെ കണ്ടതുപോലെ, കണ്ണിന് കാഴ്ചയില്ലാത്ത 5 പേര് പോയി ഒരാനയെ കണ്ടതുകൊണ്ടൊരു കഥ നമ്മളെ പണ്ട് പഠിപ്പിക്കും എന്ന് പറയുന്നൊരവസ്ഥയാണ്. അതേപോലത്തെ ഒരവസ്ഥയിലാണ് ആ ചെറുക്കൻ. അവൻ്റെ അനുഭവം അവൻ പറഞ്ഞു, അവൻ്റെ വീക്ഷണഗതിയിൽ നിന്ന് അവൻ പറഞ്ഞത് ശരിയാണ്. പക്ഷെ അവൻ പറഞ്ഞ എല്ലാം ശരിയാണെന്നോ എല്ലാം ശരിയല്ല. ഒരു 5-6 മാസം ആയില്ല, ഒരു 4 മാസം മുമ്പ് ക്രിസ്മസിൻ്റെ സമയത്ത് നോർത്ത് ഇന്ത്യയിൽ ഒരു പള്ളിയിൽ കയറി ഹിന്ദുത്വവാദിയാണെന്ന് കരുതി പ്രചരിപ്പിച്ചുകൊണ്ട് വലിയ കുറിയൊക്കെ ഇട്ട്, നീളത്തിലുള്ള കുറിയൊക്കെ ഇട്ട് ഒരു പാസ്റ്ററിനെ കയറി അടിക്കുകയും മർദ്ദിക്കുകയൊക്കെ ചെയ്തിട്ട് പാസ്റ്ററിനെ കൊണ്ട് യേശുവിൻ്റെ ജനനത്തെക്കുറിച്ചും ജനന ചരിത്രത്തെക്കുറിച്ചും പറയാൻ വേണ്ടി അവകാശപ്പെട്ട ഒരു വ്യക്തി ഇന്ന് 5 മാസങ്ങൾക്കിപ്പുറം അദ്ദേഹം ഇന്ത്യക്കാരനെ അല്ല, ഇന്ത്യൻ പൗരനെ അല്ല, അദ്ദേഹം ഹിന്ദുവേ അല്ല, അദ്ദേഹം ഒരു ബംഗ്ലാദേശിയാണെന്നും ഒരു മുസൽമാനാണെന്നും പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഇപ്പം പ്രചരിക്കുന്നുണ്ട്. അവിടുത്തെ ഗവൺമെൻറ്, ഏത് സ്റ്റേറ്റാണെന്ന് എനിക്ക് ഓർമ്മയില്ല, ആ സ്റ്റേറ്റിലെ ഗവൺമെൻറ് അയാൾക്കെതിരെ കേസെടുത്തെന്നും സോഷ്യൽ മീഡിയയിലെല്ലാം ഇപ്പം പ്രചരിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞ കണക്ക് ഞാനും ആദ്യമൊക്കെ വിചാരിച്ച് ഇവൻ ബെന്തക്കോസ് കാരനായിരിക്കത്തില്ല, മറ്റേതെങ്കിലും ഒന്നിലൊരു മുസൽമാനോ അല്ലെങ്കിൽ നിരീശ്വരവാദിയോ യുക്തിവാദിയൊക്കെ ആയിട്ട് ഈ ബെന്തക്കോസിനെ വിമർശിക്കാൻ വേണ്ടി ഇറങ്ങിയതെന്ന് വിചാരിച്ച്. അങ്ങനെ ആവാൻ ചിലപ്പം, അല്ലെങ്കിൽ വല്ല സാത്താൻ സേവക്കാരനോ ആയിരിക്കാം, അല്ലെങ്കിൽ ബെന്തക്കോസിൽ തന്നെ തഴയപ്പെടുന്ന, അവമാനിക്കപ്പെടുന്ന, അടിയേൽക്കുന്ന, പീഡകൾ അനുഭവിക്കുന്ന, പീഡിപ്പിക്കുന്ന, പീഡകൾ ഏറ്റുവാങ്ങേണ്ട വന്ന മനുഷ്യരുണ്ട്. അതിലൊരുവനാവാം, എന്താണെന്ന് എനിക്കറിഞ്ഞൂടാ. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ബെന്തക്കോസ് ആയാലും അല്ല ഇനിയിപ്പം സമുദായമായിട്ടുള്ള ഓർത്തഡോക്സ് ആയാലും മർത്തോമയായാലും, ഇനി ഹിന്ദു ആയാലും മുസ്ലിം ആയാലും ഏതായാലും തന്നെ നമ്മൾ നിൽക്കേണ്ട നിലപാടുകളിൽ നമ്മൾ നിൽക്കുക, കുഞ്ഞുങ്ങളെ അതേപോലെ നിർത്തുക, അകറ്റേണ്ടടുത്ത് അകറ്റി നിർത്തുക. അല്ലാതെ അഴിച്ചു വിട്ടിട്ട് പൂർണ്ണ സ്വാതന്ത്ര്യത്തോടെ ഉസ്താദന്മാരുടെ കാലിൻ്റെ ഇടയിലോട്ടും പാസ്റ്ററപ്പച്ചന്മാരുടെ കാലിൻ്റെ ഇടയിലോട്ടും പിന്നെ പൂജാരിമാരുടെ കാലിൻ്റെ ഇടയിലോട്ടും ആണിനെ ആയാലും പെണ്ണിനെ ആയാലും കയറ്റി വിട്ടിട്ട് അവർ വഷളായിപ്പോയി, അല്ലെ അവരുടെ സാഹചര്യം കൊണ്ട് അവർ വഷളായിട്ട് തിരിഞ്ഞ് ഈ സിസ്റ്റത്തെ മൊത്തം വിമർശിക്കുന്നത് വളരെ മോശമാണ്. അത് മനസ്സിലാക്കണം. ഈ ഒരു ടൈം, ഞാൻ പറഞ്ഞ ഈ ഒരു വാക്ക് പ്രത്യേകിച്ച് ആ ഹോളി മാസ്ഡ് അപ്പ് എന്ന് പറഞ്ഞ ചാനൽ ചെയ്യുന്നവൻ മനസ്സിലാക്കണം. എല്ലാ ബന്ധക്കോസുകാരും ഇപ്പം താൻ കടന്നു പോയ പാതയിലൂടെ എല്ലാവർക്കും കടന്നു പോകുന്നു. ഇയാൾ തന്നെ പറയുന്നത് ഞാൻ പാർഷന്മാരുടെ ഒപ്പം നടന്ന് പാർഷന്മാരുടെ കൂടെ അങ്ങ് പോയി കുഞ്ഞുനാളും വരുന്നു. അങ്ങനൊന്നും പോകത്തില്ല എല്ലാ ബന്ധക്കോസുകാരും, എല്ലാ മാതാപിതാക്കളും അങ്ങനൊന്നും വിടത്തില്ല, മനസ്സിലാക്കുക. ഇപ്പം ഇന്നത്തെ കാലത്ത് അങ്ങനെ ഒട്ടും വിടത്തില്ല, വിവരമുള്ളവരൊന്നും വിടത്തില്ല അങ്ങനെ, മനസ്സിലായോ? വിവരമുള്ളവർ തങ്ങളുടെ കുഞ്ഞുങ്ങളെ നോക്കി തങ്ങളുടെ ചിറകടിയിൽ നോക്കി വളർത്തും. വിവരമുള്ള മാതാപിതാക്കൾ തങ്ങളുടെ കുഞ്ഞുങ്ങളെ. എല്ലാത്തിലും കള്ളനാണയമുണ്ട്, ഏതിൻ്റെ അകത്ത് ഇല്ലാത്ത. യേശുവിൻ്റെ കൂടെ നടന്നതാ, ദൈവോത്തരനായ യേശുവിൻ്റെ കൂടെ നടന്നവനായ യൂദാസ് യേശുവിനെ ഒറ്റുകൊടുത്തു. മറ്റൊരു ശിഷ്യനാണ് യേശു അവനെ കൈവെള്ളയെ കൊണ്ട് നടന്നവനാണ് പത്രോസ്. അവനെ കൈവെള്ളയിൽ ഏറ്റവും അധികം സ്നേഹിച്ചു കൊണ്ട് കിടന്നു. അവൻ തന്നെ യേശുവിനെ തള്ളിപ്പറഞ്ഞു. അപ്പോൾ യേശുവിൻ്റെ കാലം മുതലേ ചതിയന്മാരുമുണ്ട്, വഞ്ചകന്മാരുമുണ്ട്, പിന്മാറ്റക്കാരുമുണ്ട്, ഒറ്റുകൊടുക്കുന്നവനുമുണ്ട്.
അത് യേശുവിൻ്റെ കാലം പോലെ ഉണ്ട്, അല്ല അതിന് മുന്നേ ഉണ്ട്. മോശയുടെ ഇല്ലായിരുന്നോ? ഉണ്ടായിരുന്നു. ചരിത്രം പഠിച്ച് നോക്കി അറിയാൻ പറ്റും. മനുഷ്യരാശി എന്ന് മുതൽ തുടങ്ങിയോ അന്ന് മുതൽ, മനുഷ്യൻ എന്ന് മുതൽ സമൂഹമായിട്ട് കൂട്ടമായിട്ട് പാർത്തു തുടങ്ങിയോ അന്ന് മുതൽ ഇതെല്ലാം ഉണ്ട്, എല്ലാ പരിപാടികളും ഉണ്ട്. അപ്പം അങ്ങനെ വരുമ്പം ഈ ബന്ധക്കോസിനെ വിമർശിച്ചിട്ടെന്ന് വരും. ബന്ധക്കോസിലും വരും. ബന്ധക്കോസിൽ എല്ലാവരും സ്വർഗ്ഗത്തിൽ പോകുന്നല്ല, എല്ലാവരും നീതിമാന്മാരാണെന്നല്ല, എല്ലാവരും നന്മയുള്ളവരാണെന്നല്ല. എന്നാൽ ജാതികളിൽ എല്ലാവരും നരകത്തിലാണ് പോകുന്നതെന്നും ബാധിക്കാക്കത്തില്ല. കാര്യം യേശു തന്നെ പറയുന്നത്, എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലം, 1000 അനേകം വാസസ്ഥലമുണ്ടെന്ന് പറയുന്നു. അപ്പോൾ ജാതികളായിട്ടുള്ള നീതിമാന്മാരായ മനുഷ്യർക്കും സ്വർഗ്ഗത്തിൽ പോകാൻ പറ്റും. അല്ലാതെ ജാതിക്ക് പോകാൻ പറ്റത്തില്ലെന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ യേശുക്രിസ്തു ഒരു യാഗമായി ഈ പ്രപഞ്ചത്തിന് വേണ്ടി, പ്രപഞ്ചത്തിലെ സർവ്വചരാചരങ്ങൾക്കും വേണ്ടി യാഗമായി ക്രൂശിൽ സ്വയം യാഗമായി അർപ്പിച്ചതുകൊണ്ട് യേശുക്രിസ്തു വിശ്വസിക്കുന്ന ഏവനും, എന്നിൽ വിശ്വസിക്കുന്ന ഏവനും എന്നാണ് പറയുന്നത്, സ്വർഗ്ഗരാജ്യത്തിൽ കിടക്കുമെന്ന് പറയുന്നത്. അപ്പോൾ യേശുക്രിസ്തു വിശ്വസിക്കുന്ന ഏവനും സ്വർഗ്ഗരാജ്യത്തിൽ കിടക്കാൻ കഴിയും. സ്നാനം പലതുണ്ട്. വിശ്വാസ സ്നാനമുണ്ട്, അതുപോലെ തന്നെ പ്രായപൂർത്തി സ്നാനമുണ്ട്, മാമോദിസ പോലുള്ള കുഞ്ഞുങ്ങളുടെ സ്നാനമുണ്ട്, മുതിർന്ന സ്നാനമുണ്ട്. ഇങ്ങനെ പല സ്നാനങ്ങളുണ്ട്. അഗ്നിയാൽ സ്നാനം കഴിപ്പിക്കും, അഭിഷേകത്താൽ സ്നാനം കഴിക്കും, ആകാശത്താൽ സ്നാനം കഴിക്കും. അങ്ങനെ പല വിധത്തിൽ സ്നാനം ബൈബിളിൽ തിരഞ്ഞു നോക്കിയ സ്നാനത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പം സ്നാനപ്പെട്ടിട്ടും പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവരും ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരും ഇവരെല്ലാവരും സ്വർഗ്ഗത്തിൽ പോകാൻ അത് സാധ്യതയുണ്ട്. കാരണം അത് ദൈവം തീരുമാനിക്കുന്നത് ആര് സ്വർഗ്ഗത്തിൽ പോകണം, ആര് സ്വർഗ്ഗത്തിൽ പോകണ്ട. ചിലപ്പോൾ നിരീശ്വരവാദികളിൽ ഒരുവനായിരിക്കും, ചിലപ്പം നിഷ്കളങ്ക മനുഷ്യനായിരിക്കും, അവന് യേശുവിൽ വിശ്വാസം ഉണ്ടായിരിക്കും. പുറമെ നിരീശ്വരവാദം പറഞ്ഞാലും അവൻ്റെ ഉള്ളിൽ, ആത്മാവിനുള്ളിൽ യേശുവിനെ വിശ്വാസം ഉണ്ടായിരിക്കും. അവൻ ചിലപ്പോൾ സ്വർഗ്ഗത്തിൽ പോകുമായിരിക്കും. അപ്പോൾ ഈ ഹോളി മാസയുടെ അപ്പം എന്ന് പറയുന്ന മനുഷ്യനോട് എനിക്ക് പറയാനുള്ളത്, കൊച്ചനെ നീ നല്ല ബൂസ്റ്റൊക്കെ മേടിച്ച് കഴിക്കും, ബൂസ്റ്റൊക്കെ കഴിക്കും. നീ കുറച്ചും കൂടെ ബന്ധക്കോസിനെ കുറ്റമൊക്കെ പറ. എല്ലാ മതത്തിലും എല്ലാ സംവിധാനത്തിലും പുഴുക്കുത്തുകളുണ്ട്. രാഷ്ട്രീയത്തിലില്ലയോ, ജാതീയതയിലില്ലയോ, വംശത്തിലില്ലയോ, മതത്തിലില്ലയോ, നിയമത്തിനകത്തില്ലയോ? വലിയ നിയമജ്ഞർ ലക്ഷങ്ങൾ, ജഡ്ജിമാരൊക്കെ ലക്ഷങ്ങളും കോടികളും കൈക്കൂലി മേടിച്ചെന്ന് കേട്ടിട്ടില്ലയോ? അതൊക്കെ ആദ്യമായിട്ട് അറിയുമോ? എത്രയോ കേസുകൾ വിജിലൻസ് അങ്ങനെ അല്ലെങ്കിൽ ഉന്നതമായ അധികാര സ്ഥാപനങ്ങൾ ഒരു ജഡ്ജിയെ ഇന്ത്യൻ പാർലമെൻറ്റ് ഇംപീച്ച്മെൻറ്റ് ചെയ്യാൻ അതിൻ്റെ പ്രവർത്തനം തുടങ്ങിയായിരുന്നു. ഇങ്ങനെ പല സംഭവങ്ങൾ നടക്കുന്നുണ്ട്. സമൂഹമാകുമ്പോൾ ഇതെല്ലാം നടക്കും. ഇതെല്ലാം നടക്കുമെന്നും പറഞ്ഞുകൊണ്ട് ഒരു സിസ്റ്റത്തെ മൊത്തത്തിലങ്ങ് വിമർശിക്കാൻ പറ്റുമോ? ഹോളി മാസോടൊപ്പം നിനക്ക് കൊച്ചുനാളിൽ അതിശക്തമായിട്ടുള്ള പീഡകൾ ഏറ്റിട്ടുണ്ട്, അല്ലെങ്കിൽ അതിശക്തമായിട്ടുള്ള നിനക്ക് മുറിവുകൾ ഏറ്റിട്ടുണ്ട്, സത്യം തന്നെ, അത് മനസ്സിലാക്കുന്നു, നിൻ്റെ വേദനകൾ മനസ്സിലാക്കുന്നു. പക്ഷെ എന്ന് കരുതി ആ സിസ്റ്റത്തിലുള്ള എല്ലാവരും, എല്ലാ സിസ്റ്റം മുഴുവനും അങ്ങ് മോശമെന്ന് പറഞ്ഞാൽ എങ്ങനെ സംഭവം? അതിനുള്ള സാധ്യതയില്ല എന്ന് മനസ്സിലാക്കണം ആദ്യം. അതിനുള്ള സാധ്യത ഒട്ടും തന്നെ ഇല്ല. പിന്നെ പാലും ബിസ്ക്കറ്റും സോപ്പ് പൊടിയും കൊടുത്ത് സ്വീകരിക്കുന്ന മാർഗമല്ല, അല്ലെങ്കിൽ അതിലേക്ക് ആകർഷിക്കപ്പെട്ട മാർഗമല്ല യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ബന്ധക്കോസ്. പാലും ബിസ്ക്കറ്റും പഴമൊക്കെ കൊടുത്ത്, അല്ല സോപ്പ് പൊടിയൊക്കെ കൊടുത്ത് മതപരിവർത്തനം നടത്തുന്നത് അത് ക്രിസ്ത്യാനിറ്റിയിലോട്ടാണ്, ഒരിക്കലും അത് ബന്ധക്കോസിലോട്ടല്ല. പിന്നെ കാണുമായിരിക്കും അമേരിക്കയിൽ നിന്ന് ലക്ഷങ്ങളും കോടികളും, അമേരിക്കയിലും യൂറോപ്പിൽ നിന്നൊക്കെ ലക്ഷങ്ങളും കോടികളും ഫണ്ട് ഇങ്ങോട്ട് കിട്ടുമ്പോൾ അത് ചിലവാക്കാൻ വേണ്ടി പാലും ബിസ്ക്കറ്റും ഒക്കെ കൊടുക്കുന്ന ചില ബന്ധക്കോസുകാർ കാണുമായിരിക്കും ഗോത്രവർഗ്ഗങ്ങൾക്കിടയിൽ. അത് എന്തുകൊണ്ടത് കൊടുക്കുന്നത് ചിന്തിക്കണം. ഒരു 76 വർഷം അല്ലെങ്കിൽ 79 വർഷം കഴിഞ്ഞു ഇന്ത്യ സ്വതന്ത്രമായിട്ട്. ആ ഇന്ത്യയിൽ എത്ര ഗവൺമെൻറ്, ഏകദേശം 20ഓളം
മന്ത്രിസഭകൾ 20-ലധികം മന്ത്രിസഭകൾ മാറി വന്നിട്ടുണ്ട് ഇല്ലേ? ഇത്രയും മന്ത്രിസഭകൾ മാറി വന്നിട്ടുണ്ട്, ഇത്രയും എത്ര ഭരണ അധികാരികൾ മാറി വന്നിട്ടുണ്ട്, എത്ര MP-മാർ ഇതിനിടയ്ക്ക് വന്നിട്ടുണ്ട്, ഇത്ര വർഷത്തിനിടയ്ക്ക് എത്ര രാജ്യസഭയും ലോക്സഭയും കഴിഞ്ഞിട്ടുണ്ട്. എന്നിട്ടും ഇപ്പോഴും പാലും ബിസ്ക്കറ്റും പഴവും ഒക്കെ കൊടുത്ത് മതപരിവർത്തനം നടത്തുന്നെന്ന് പറഞ്ഞാൽ അത് നടത്തുന്നവരുടെ തെറ്റല്ല, അത് ചെയ്യുന്നവരുടെ തെറ്റല്ല, അത് ഭരിക്കുന്ന സിസ്റ്റത്തിൻ്റെ തെറ്റാണ്. അത് എങ്ങനെ ഭരിക്കുന്ന സിസ്റ്റത്തിൻ്റെ തെറ്റെന്ന് ചോദിച്ചാൽ, ഭരിക്കുന്ന സിസ്റ്റം അതിനെതിരെയല്ല നിയമം നടപ്പിലാക്കേണ്ടത്. എന്തുകൊണ്ട് അവർ പാല് മേടിക്കുന്നു, എന്തുകൊണ്ട് അവർ പഴം മേടിക്കുന്നു, എന്തുകൊണ്ട് അവർ ബിസ്ക്കറ്റ് മേടിക്കുന്നു? ഒരു നേരത്തെ ബിസ്ക്കറ്റ് കഴിക്കാനില്ലാത്തവൻ്റെ മുമ്പിൽ ഒരു നേരത്തെ ബിസ്ക്കറ്റ് കൊടുക്കുമ്പോഴായിരിക്കും അവൻ അതിനകത്ത് ആകർഷണമാകുന്നത്. അപ്പോൾ അത് 76 വർഷമായിട്ട് നമ്മെ ഭരിക്കുന്ന ഒരു സർക്കാരുകൾക്കും അതിന് സാധിച്ചിട്ടില്ലെങ്കിൽ ആ പട്ടിണി മാറ്റാൻ, ആ ഒരു ബിസ്ക്കറ്റ് അല്ലെങ്കിൽ ഒരു പാല് ഇത് കൊടുക്കാൻ നമ്മുടെ ഗവൺമെൻറ്റുകൾക്ക് 76 വർഷമായിട്ട് കഴിഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ എന്തിന് മതപരിവർത്തനം എന്ന് പറഞ്ഞ് മതപരിവർത്തനത്തിനെതിരെ ഒരു ബില്ല് പാസ്സാക്കണം? ചിന്തിക്കണം. യുദ്ധങ്ങൾക്ക് യുദ്ധസാമഗ്രികളും വാങ്ങാൻ വേണ്ടി എത്രയോ ലക്ഷം കോടി രൂപയാണ് ചിലവാക്കുന്നത്. അങ്ങനെ എന്തെല്ലാം സാഹചര്യങ്ങളിൽ കൂടെ ലക്ഷക്കണക്കിന് കോടി രൂപ ചിലവാക്കുന്നു. ആ രാജ്യത്താണ്, ചിന്തിച്ചു നോക്കണം, ആ രാജ്യത്താണ് പാലും പഴവും കൊണ്ട് ജാതി മാറ്റും അല്ലെങ്കിൽ മതം മാറ്റും എന്ന് പറഞ്ഞു. ഇത് എത്രത്തോളം പോസിബിളാണെന്ന് ചിന്തിക്കണം. പണ്ടൊക്കെ നടക്കുമായിരിക്കും, അത് പക്ഷേ ക്രിസ്ത്യാനിക്കകത്തേ നടക്കത്തുള്ളൂ. അതൊരിക്കലും ബന്ധക്കോസിനകത്ത് നടക്കത്തില്ല. ഈ ഹോളി മാസ്റ്റർ അപ്പം എന്ന് പറഞ്ഞ ചെറുക്കൻ, ആ പയ്യൻ ഇപ്പോൾ ഒരു വീഡിയോ ചെയ്ത് അത് അനിൽ കൊടിത്തോടത്തിൻ്റെ വീഡിയോ എടുത്തിട്ട് അങ്ങ് ഷെയിംഫുള്ളായെന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര കുത്തി കഴപ്പ് കാണിക്കുന്നുണ്ട്. എടാ ചെറുക്കനെ, നീ ആദ്യം മനസ്സിലാക്ക്, ബന്ധക്കോസൊന്നും നല്ല ബന്ധക്കോസൊന്നും ഒരിക്കലും, നല്ല ബന്ധക്കോസെന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ നിയമപ്രകാരം നടത്തുന്ന ഒരു ബന്ധക്കോസുകാരും പാലും പഴവും മിച്ചറും കൊടുത്തൊന്നുമല്ല അവരുടെ അണികളെ അവരിലേക്ക് ചേർത്തിട്ടുള്ളത്. ആരും ചേർത്തിട്ടില്ല, നീ അത് മനസ്സിലാക്ക്. ഒരു ബന്ധക്കോസുകാരും ചെയ്തിട്ടില്ല. ദൈവീക നടത്തിപ്പിൽ നടക്കുന്ന നല്ല ബന്ധക്കോസുകാരും ഒരു 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 ജാതിയും കൊണ്ടുവന്ന് ഒരു പാലും ബിസ്ക്കറ്റും കൊടുത്തിട്ടല്ല അവരുടെ മതത്തിലോട്ട് ചേർത്തിട്ടുള്ള അവരുടെ വിശ്വാസം നിമിത്തമാണ്, പൂർവികർ വിശ്വാസം നിമിത്തമാണ് ബന്ധക്കോസിലോട്ടായത്. മനസ്സിലായോ? ആ വിശ്വാസം നിമിത്തമാണ് അവർ നിലനിന്നത്. അവരുടെ മക്കൾ ചിലപ്പം നിന്നെ കൂട്ടുള്ളവർ ദൈവത്തെ ത്യജിച്ചു പറയും, നിലനിൽക്കുന്ന വ്യവസ്ഥിതിയെ കുറ്റപ്പെടുത്തും. ഇതെല്ലാം നടക്കും, ഇതെല്ലാം നടന്നേ പറ്റൂ. അന്ത്യകാലത്തിൻ്റെ ലക്ഷണങ്ങളതെല്ലാം. അല്ലാതെ ഒരു ബന്ധക്കോസുകാരനും എനിക്ക് തോന്നുന്നില്ല. അവർ പ്രസംഗിക്കും, പ്രഭാഷണം നടത്തും, യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായിട്ട് സ്വീകരിക്കുമെന്ന്. അല്ലാതെ പൈസയും പിന്നെ പാലും പഴവും ബിസ്ക്കറ്റൊന്നും കൊടുത്ത് ആരെയും ബന്ധക്കോസിലൊന്നും ചേർക്കത്തില്ല. അത് ബന്ധക്കോസിൻ്റെ ധർമ്മമല്ല, അത് ബന്ധക്കോസിൻ്റെ നീതിയല്ല. ബന്ധക്കോസുകാർ പഠിപ്പിക്കുന്നത് തന്നെ കഷ്ടം സഹിക്കണം, ദാരിദ്ര്യം സഹിക്കണം, അതിദാരിദ്ര്യമോ കഷ്ടമോ പീഡകളോ നിന്ദകളോ അപമാനമോ എന്ത് സഹിക്കണമെന്ന് സുവിശേഷം പറയുന്നത്. ആ സുവിശേഷമോ പറയുന്ന ബന്ധക്കോസുകാർ. അല്ലാതെ ദാരിദ്ര്യത്തെ നിർമ്മാർജ്ജനം ചെയ്യാന്നുള്ള സുവിശേഷമല്ല ബന്ധക്കോസ് പറഞ്ഞത്. ക്രിസ്തു പറഞ്ഞിട്ടുള്ള എന്തോ, എൻ്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കുക. ക്രൂശ് എന്ന് പറഞ്ഞാൽ കഷ്ടം, നിങ്ങൾക്ക് ഏറ്റവും വലിയ കഷ്ടം ഏൽക്കും ചിലപ്പം ഈ മാർഗത്തിൽ വന്നാൽ. അത് സ്വീകരിക്കാൻ നീ തയ്യാറാവണം എന്നാണ് ബന്ധക്കോസ് പഠിപ്പിക്കുന്നത്. ഞാൻ കേട്ടിട്ടുള്ള പ്രസംഗങ്ങൾ മുഴുവനും അങ്ങനെ. നീ കേട്ടിട്ടുള്ളത് എങ്ങനെയാണെന്ന് എനിക്കറിഞ്ഞൂടാ. നീ കേട്ടിട്ടുള്ള മൊത്തം പ്രോസ്പെരിറ്റിയുടെ സുവിശേഷമാണെന്ന് എനിക്കറിഞ്ഞൂടാ. പ്രോസ്പെരിറ്റിയുടെ സുവിശേഷം നല്ലത് തന്നെ, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ബന്ധക്കോസ് പഠിപ്പിക്കുന്നതാ, കഷ്ടത സഹിക്കണം, പട്ടിണി സഹിക്കണം, നിന്ന സഹിക്കണം, അവമാനം സഹിക്കണം. ഇതൊക്കെയാണ് ബന്ധക്കോസ് പഠിപ്പിക്കുന്നത്. അല്ലാതെ പിന്നെ ഇത് ഉണ്ടെങ്കിലും നിന്നോടൊപ്പം ദൈവമുണ്ട്, ക്രിസ്തുവുണ്ട്, നിനക്ക് ഇതെല്ലാം സഹിച്ച ഒരു മാതൃകയുണ്ട്, നിനക്ക് ചാരാനൊരു ചുമരുണ്ടെന്നാണ് ബന്ധക്കോസുകാർ പഠിപ്പിക്കുന്നത്, നല്ല പാസ്റ്റർമാർ പഠിപ്പിക്കുന്നത്. നല്ല പാസ്റ്റർമാരെന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിൻ്റെ നടത്തിപ്പിൽ നിലനിൽക്കുന്ന പാസ്റ്റർമാർ പഠിപ്പിക്കുന്നതാണ്. അല്ലാതെ എൻ്റെ ചരിത്രത്തിലെങ്ങുമില്ല ബന്ധക്കോസുകാർ പാലും പഴവും ബിസ്ക്കറ്റൊന്നും കൊണ്ട് കൊടുത്ത് ജാതികളെ തങ്ങളുടെ അനുയായികളാക്കിയതായിട്ട് എൻ്റെ അറിവിലില്ല. ബന്ധക്കോസ് എന്ന് പറഞ്ഞാൽ സിസ്റ്റമാറ്റിക്കായിട്ട് യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ബന്ധക്കോസുകാരാവുന്ന ഒരു വ്യക്തി, ആദ്യം ഒരു വ്യക്തി ജാതിയനായിരിക്കും, അവൻ പയ്യെ മർത്തോമയിലോ കത്തോലിക്കയിലോ ചേരും,
അല്ലെങ്കിൽ അതിൽ നിന്ന് പെയ്യെ രൂപാന്തരം വന്ന് പെയ്യെ പെന്തക്കോസ്തിലോട്ട് വരും. അതായത് സ്നാനത്തെക്കുറിച്ചുള്ള അറിവ്. കത്തോലിക്ക് ഓർത്തഡോക്സിനും മറ്റ് സമുദായത്തിനൊന്നും സ്നാനമില്ലല്ലോ, വിശ്വാസ സ്നാനമില്ലല്ലോ. ആ വിശ്വാസ സ്നാനം എന്ന് പറഞ്ഞാൽ അവന് അറിവ് ലഭിക്കണം, ഒരുവന് അറിവ് ലഭിക്കണം. ദൈവത്തെക്കുറിച്ചും ദൈവിക രാജ്യത്തെക്കുറിച്ചും ദൈവത്തിൻ്റെ മഹത്തായ ത്യാഗത്തെക്കുറിച്ചും അറിവ് ലഭിക്കുമ്പോഴാണ് വിശ്വാസ സ്നാനം സ്വീകരിക്കുന്നത്. പ്രായപൂർത്തി സ്നാനവും ഇല്ല പെന്തക്കോസ്തുകാർക്ക്, ശിശു സ്നാനവും ഇല്ല. ഉള്ള സ്നാനം എന്ന് പറഞ്ഞാൽ അത് വിശ്വാസ സ്നാനമാണ്. അത് സ്വീകരിക്കണമെങ്കിൽ അവന് അറിവ് ലഭിക്കണം. അപ്പോൾ ഇച്ചിരി പ്രായമാവും, ഒരു 10-18 വയസ്സിന് മേളിലാവും, അല്ലെങ്കിൽ ചിലപ്പോൾ 15 വയസ്സിന് മേളിലാവും. ചിലർ 15 വയസ്സിന് അറിവ് ലഭിക്കുമ്പോൾ, അതായത് പാവത്തെക്കുറിച്ച് അറിവ് വേണം ഒരുവൻ സ്നാനപ്പെടണമെങ്കിൽ, ദൈവത്തെക്കുറിച്ചുള്ള അറിവ് വേണം. അതുപോലെ തന്നെ ലോകത്തിലുള്ള അറിവ് അവന് കിട്ടിയിരിക്കണം, ലോകത്തെക്കുറിച്ചുള്ള അറിവ്. ലോകത്തിലുള്ള അറിവെന്ന് പറയുമ്പോൾ ലോകത്തിൻ്റെ ദോഷവഴികളെക്കുറിച്ച് അല്ല, എന്നാൽ ലോകത്തിൽ നിലനിൽക്കുന്ന വ്യവസ്ഥിതികളെക്കുറിച്ചെല്ലാം അറിവുണ്ടായിരിക്കണം. 15 വയസ്സ് ആകുമ്പോൾ സ്നാനപ്പെടുന്നവരുണ്ട്, 18 വയസ്സാകുമ്പോൾ സ്നാനപ്പെടുന്നവരുണ്ട്, 30 വയസ്സിൽ സ്നാനപ്പെടുന്നവരുണ്ട്. എത്ര തന്നെ ആയാലും അവൻ അറിവും പരിജ്ഞാനവും ഉള്ളവനായിരിക്കണം സ്നാനപ്പെടുമ്പോൾ. അല്ലാതെ നീ പറഞ്ഞ കണക്ക് ജാതിയുടെ പേരിൽ അതാ ഞാൻ പറയാൻ വന്നത്. ജാതിയുടെ പേരിലൊന്നും ജാതി മാറാൻ അല്ലെങ്കിൽ ജാതി സ്റ്റാറ്റസ് കൂടുമെന്നും പറഞ്ഞുകൊണ്ടൊന്നും എൻ്റെ പൊന്ന് സഹോദര ഹോളി മാസ്റ്റർ അപ്പ് വിട്ടി ആരും പെന്തക്കോസ്തിലോട്ട് വരത്തില്ല. പെന്തക്കോസ്തിലോട്ട് ആരും വരത്തില്ല ജാതി മാറാൻ വേണ്ടി. ജാതി മാറാൻ ചിലപ്പോൾ ഓർത്തഡോക്സുകാരനാവുമായിരിക്കും, ചിലപ്പോൾ യാക്കോബക്കാരനാവുമായിരിക്കും, ചിലപ്പോൾ മർത്തോമക്കാരനാവുമായിരിക്കും, അതെനിക്കറിയത്തില്ല. ജാതിയുടെ ഇത് ഇല്ലാതാക്കാൻ വേണ്ടി പെന്തക്കോസ്തുകാരനാവുമെന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. കാര്യം പെന്തക്കോസ്തുകാർക്ക് ജാതി മാറിയിട്ട് എന്താണ് പ്രയോജനം? യാതൊരു ആനുകൂല്യവും ഇല്ല. ലോകത്തിൻ്റെ വഴിക്ക് നോക്കി എന്തെങ്കിലും ആനുകൂല്യമുണ്ടോ? ഒന്നുമില്ല. പിന്നെ പെന്തക്കോസ്തുകാരെ ലോകം കാണുന്നത് ഏറ്റവും കീഴ്ജാതിക്കാരായിട്ടാണ്. ഏതാ? ഒരു സ്റ്റാറ്റസും ഇല്ല, അങ്ങനൊരു വിഭാഗമാണ് പെന്തക്കോസ്. അപ്പം താഴ്ന്ന ജാതിയിലുള്ള ഒരുവൻ പെന്തക്കോസിലേക്ക് വന്നാൽ അവൻ്റെ ജാതി സ്റ്റാറ്റസ് ഉയർത്തപ്പെടുമെന്ന് നീ പറഞ്ഞത് ശരിയാണോ? അല്ലെങ്കിൽ അനിക്കുടുത്തോട്ടം അങ്ങനെ പറഞ്ഞിട്ടില്ല, അഥവാ ആരെങ്കിലും അങ്ങനെ പറഞ്ഞാൽ അത് ശരിയാണോ? ഒരിക്കലും ശരിയല്ല, അത് തെറ്റാത്. പിന്നെ ചിലപ്പം 1000-ലോ 2000-ലോ ഒരാളൊക്കെ കാണുമായിരിക്കും ജാതി നോക്കിയൊക്കെ പെന്തക്കോസ് വരുന്നത്. എനിക്കതിനെക്കുറിച്ച് അറിഞ്ഞുകൂടാ, അങ്ങനെ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുമില്ല. കാര്യം പെന്തക്കോസുകാരെ ഏറ്റവും താഴ്ന്ന ജാതി കേട്ടാ, അതായത് ഇന്ന് കേരളത്തിൽ ഏറ്റവും താഴ്ന്ന ജാതി എന്ന് പറയപ്പെടുന്ന ഏത് ജാതിയാണോ അതിനെക്കാട്ടി താഴ്ന്ന ജാതിയായിട്ട് കാണുന്നതാണ് പെന്തക്കോസ്തുകാരെ. അങ്ങനെ കണ്ടുകൊണ്ടിരുന്നത്. ഇപ്പോഴാണ് പെന്തക്കോസ്തുകാർക്ക് ഇച്ചിരി ഒരു ഇതായത്, ഒരു ലോകത്തിലൊരു ഇതായത്, പ്രത്യേകിച്ച് കേരളത്തിലൊരു ബഹുമാനം കിട്ടി തുടങ്ങി. എന്നാലും ബഹുമാനമൊന്നുമില്ല. പെന്തക്കോസ് എന്ന് പറയുമ്പോഴേ ആൾക്കാർക്ക് ചെയ്യാം. അപ്പം മോളി മാസ്റ്റർ അപ്പേ നീ നിൻ്റെ കാര്യം മാത്രം നോക്കിയെങ്കിൽ നീ നിൻ്റെ വഴി മാത്രമായി. പെന്തക്കോസ് തന്നെ പഠിപ്പിക്കുന്നെന്തോ, ദൈവം പഠിപ്പിക്കുന്ന, യേശു പഠിപ്പിക്കുന്നതെന്തോ, അവനവൻ്റെ ഭാഗം ക്ലിയർ ചെയ്യുമോ എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ വല്ലവനെയും ക്ലിയർ ചെയ്യാനോ മൊത്തത്തിൽ ക്ലിയർ ചെയ്യാനോ നമുക്ക് പറ്റത്തില്ല. അതുപോലെ തന്നെ നീ നിന്നെ മാതൃകയാക്കാൻ അല്ല പറഞ്ഞേക്കുന്നത്, നീ നിന്നെയോ മറ്റൊരുവനെ മാതൃകയാക്കാനല്ല പറഞ്ഞത്. നീ പോകുന്ന സഭയിലെ പാസ്റ്ററിനെ അല്ല, നീ ഒരു TPM സഭയിൽ പോയെങ്കിൽ ആ സഭയിലെ പാസ്റ്ററെ അല്ല നീ മാതൃകയാക്കാൻ പറഞ്ഞത്. നിൻ്റെ മാതൃക യേശു ക്രിസ്തു ആയിരിക്കണം, നിൻ്റെ മാതൃക ക്രൂശ് ആയിരിക്കണം. അങ്ങനെയുള്ളവനെ പിടിച്ചിരിക്കാൻ പറ്റൂ. അല്ലാത്തവൻ എന്തോ ചെയ്യും? വരുന്ന അപ്പച്ചനെ നോക്കിയിരിക്കുന്നവന് അപ്പച്ചൻ ഫ്രോഡാണെങ്കിൽ അവനും ഫ്രോഡായി പോകും. മനസ്സിലായോ? അതാ പ്രശ്നം. അപ്പച്ചൻ മനുഷ്യനാ, നാഡീ ഞരമ്പുകളും അസ്ഥി കൂടാരങ്ങളുമുള്ള മനുഷ്യനാ. അവനെ നോക്കിയാൽ അവൻ വീണുപോയാൽ നീയും വീണുപോകും. അതുകൊണ്ടാണ് പറഞ്ഞത് നിൻ്റെ മാതൃക എപ്പോഴും ക്രിസ്തു ആയിരിക്കണം. ക്രൂശിക്കപ്പെട്ട് മരിച്ചു 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു ആയിരിക്കണം. മരണത്തെ ജയിച്ചു മറ്റൊരു ഡയമെൻഷനിലേക്ക് മനുഷ്യനെ കൊണ്ടെത്തിച്ച, മനുഷ്യൻ ഇന്ന് നിലനിൽക്കുന്ന ഡയമെൻഷനിൽ നിന്ന് മറ്റൊരു ഡയമെൻഷനിലേക്ക് മനുഷ്യ ആത്മാവിനെയും കൊണ്ടെത്തിച്ച
ക്രിസ്തുവിനെ നോക്കി നിങ്ങൾ പഠിക്കണമെന്നാണ്. അല്ലാതെ മറ്റ് മനുഷ്യരെയല്ല. മനുഷ്യർ എല്ലാവരും ഒരേ ഡയമെൻഷനിൽ നിൽക്കുന്നവരാണ്. നമ്മെക്കാളും എത്രയോ കോടി മടങ്ങ് ഉന്നതമായ ഡയമെൻഷനിൽ നിൽക്കുന്ന ദൈവപുത്രനായ ക്രിസ്തുവിനെ നോക്കി, അവനെ നോക്കി നമ്മൾ പഠിക്കണം. അവൻ്റെ വഴിയെ നമ്മൾ സഞ്ചരിക്കണം. ഓക്കെ, ബൈ.